എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം അരുണിമ മിസ് ആണ്. എല്ലാവരും അടിപൊളിയായിട്ട് എക്സാമിന് വേണ്ടി പഠിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എ ഗ്രേഡ് നേടാൻ പറ്റിയ ഒരു കിടിലൻ ക്വസ്റ്റ്യനുമായിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. നമ്മുടെ ലൈവ് സെഷൻസിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാ ലൈവ് സെഷനും ഒന്ന് കൃത്യമായിട്ട് നോക്കിക്കോളൂ. ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ 4 നിന്ന് 5 എന്റെ മക്കൾ എല്ലാവരും പോകാൻ വേണ്ടി പോകുന്നത്. LP എന്നുള്ളതിൽ നിന്ന് മാറിയില്ല, നിങ്ങളെ കുഞ്ഞു മക്കൾ എന്നുള്ളതിൽ നിന്ന് മാറ്റി കുറച്ചും കൂടെ വലിയ മക്കളാവാൻ വേണ്ടി പോവാണ്. UP സെക്ഷനിലേക്കാണ് പോകുന്നത്. അപ്പൊ UP സെക്ഷനിലുള്ള ക്ലാസ്സുകളൊക്കെ കിടിലൻ പോലെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന 5ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ബാച്ച് ആണ് നമ്മുടെ പൃഥ്വി ബാച്ച് എന്ന് പറയുന്നത്. പൃഥ്വി ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ മക്കൾ നോക്കുക അല്ലെ, ഏറ്റവും അടിപൊളിയായിട്ട് എല്ലാ പാഠഭാഗങ്ങളും, ഒരു സബ്ജക്റ്റ് ഒന്നും അല്ല കേട്ടോ, എല്ലാ സബ്ജക്റ്റും പഠിക്കാൻ പറ്റിയ ബാച്ചാണ് നമ്മുടെ പൃഥ്വി ബാച്ച് എന്ന് പറയുന്നത്. പൃഥ്വി ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്, നമുക്കൊരു 10% ഓഫറോട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാച്ചുകളിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ആ ഒരു നമ്പറാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയാണ് രാജു അഭിപ്രായപ്പെട്ടു. നിങ്ങൾ എന്ത് ചെയ്യാണ്, ഈ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? അല്ലെ, ദ ലോങ്സ്റ്റ് റിട്ടൺ constitution in the world is Indian constitution. Raju suggested. Do you agree with the statement? Write any 2 important points about the Indian constitution. ഇന്ത്യയുടെ നിയമസംഹിതയെ കുറിച്ചാണ് നമ്മളോട് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ട് അല്ലേ. അപ്പൊ എല്ലാവർക്കും അറിയാം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രത്യേകത എന്താണ്. ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് അല്ലെ. ജനാധിപത്യം നമുക്ക് പറയാം അല്ലെ, ഡെമോക്രാറ്റിക് ആയിട്ടുള്ള കൺട്രിയാണ്. എന്താ ഈ ഡെമോക്രാറ്റിക് എന്ന് പറയുന്നതിന്റെ അർത്ഥം? ഡെമോക്രാറ്റിക്, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ എന്ത് ചെയ്യാണ്, ഭരണാധികാരികളെ തെരഞ്ഞെടുക്കുകയാണ്. അപ്പൊ ആത്യന്തികമായിട്ട് ഭരണത്തിന്റെ എല്ലാ കാര്യങ്ങളും ആരുടെ കയ്യിലാണ്, ജനങ്ങളുടെ കയ്യിലാണ്. അതായത് ഒരാൾ ഒറ്റയ്ക്ക് വന്ന് അങ്ങ് തീരുമാനം എടുക്കുമെന്നല്ല, ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളെയും നമ്മൾ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നാണ്. അപ്പൊ നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ളതായിരിക്കണം. അപ്പൊ ഈ നിയമങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെ എന്ത് ചെയ്യാണ്, ഭരണഘടനാ നിർമ്മാണ സമിതി ഉണ്ടാവുകയാണ്. വളരെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അതിൽ അംഗമാണ്. പക്ഷെ ഇതിന് നേതൃത്വം നൽകിയ വ്യക്തി എന്ന് പറയുന്നത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രി കൂടിയായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അല്ലെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സമിതി ഉണ്ടാക്കുകയും ഓരോ ആളുകൾക്ക് ഓരോ ചുമതലകൾ നൽകുകയാണ് ചെയ്തത്. അപ്പൊ എന്തുകൊണ്ട് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്? ലോകത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള കോൺട്രിബ്യൂഷനും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ലോയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു നിയമസംഹിത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് വളരെയധികം പവർ നൽകുന്ന ഒരു കാര്യമാണ് ഇന്ത്യയിലെ ജനങ്ങളുടെ മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ മൗലികാവകാശം എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് നിന്ന് കടം കൊണ്ട ഒരാശയമാണ്. അതുപോലെ തന്നെ എന്താണ്, പല രാജ്യങ്ങൾ, അമേരിക്കയിൽ നിന്ന് എടുത്തിട്ടുണ്ട്, ബ്രിട്ടനിൽ നിന്ന് എടുത്തിട്ടുണ്ട്, അങ്ങനെ ലോകത്തിലെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ഏറ്റവും നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നിങ്ങൾ നോക്കിക്കേ, ഇപ്പോൾ കാലാനുസൃതമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലാതെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, അതുപോലെ ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവില്ലേ, ഈ ഭരണഘടനയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താൻ ആർക്കാണ് അധികാരം? അതിനും അധികാരമുള്ളത് ആർക്ക് തന്നെയാണ്, ഈ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ അല്ലെ. കാലത്തിന് അനുസൃതമായിട്ട് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ ഈ നിയമസംഹിത എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഇടയ്ക്കിടയ്ക്ക് ഭേദഗതി ചെയ്തുകൊണ്ടിരിക്കും. അതിനും ഒരുപാട് ആളുകളുടെ എന്തുണ്ട്, തീരുമാനം. ഒറ്റയ്ക്ക് ഒരാൾ വിചാരിച്ചിട്ടല്ല ചെയ്യുന്നത്, ഒരുപാട് ആളുകളുടെ കോൺട്രിബ്യൂഷൻസ് എടുത്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് നമ്മൾ പറയുന്നത്. ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളെയും വെച്ച് നോക്കുമ്പോൾ അല്ലെ, ഇന്ത്യ ഇപ്പോഴും ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് കൺട്രി ആയിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്, നമ്മുടെ ഭരണഘടന തന്നെയാണ് എന്നുള്ള കാര്യം മക്കൾ എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. യെസ്, അപ്പൊ അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ് മക്കളെ, ഉഷാറായിട്ടിരിക്കുക കേട്ടോ. ബൈ.